ഒരു ഫ്രൂട്ട് ബോക്സ് ആണ് ഇന്നത്തെ ക്രാഫ്റ്റിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമ്മളൊരു കിഡിലൻ ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഈ മെയിൻ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു ബോക്സ് കൂടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമുക്ക് 2 ബോക്സ് കിട്ടും. മറ്റേ ബോക്സ് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പേപ്പർ സ്റ്റിക്സും കൂടി വേണം. അപ്പോൾ അതും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിലായിട്ട് കുറച്ച് ബോക്സസ് വരച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു 6 ബോക്സസ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത ആ ഒരു പേപ്പർ സ്റ്റിക്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത്രയും നീളമുണ്ട്. നമുക്ക് ആ ഒരു സ്ക്വയർ ബോക്സിനുള്ളിലായിട്ട് വേണ്ടുന്ന ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ആ ഒരു ഉള്ളിൽ ഞാനിത് ഇതുപോലെ വെക്കുമ്പം ഈ ഒരു അളവിലാണ് നമുക്ക് ആ ഒരു സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഓരോ ബോക്സിലായിട്ട് ആ സ്റ്റിക്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോഴും എങ്ങനെ ഒട്ടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമ്മൾ ഒട്ടിക്കണം. ദേ ഇതുപോലെയാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. കംപ്ലീറ്റും ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അതാണ് കൂടുതലും ഭംഗി ഉണ്ടാവുക. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാം തന്നെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചിട്ടായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതൊന്ന് കളർ ചെയ്തെടുക്കലാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കോഫി ബ്രൗൺ കളറാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഏതൊക്കെ കളറാണ് മിക്സ് ചെയ്തതെന്ന് വെച്ചാൽ ബ്ലാക്ക്, ഓറഞ്ച്, റെഡ്, ഇത് 3 മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു പേപ്പർ സ്റ്റിക്സിൻ്റെ മുകളിലായിട്ടും അതുപോലെ ഈ ബോക്സ് കംപ്ലീറ്റ് ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം കളർ അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഈ ഒരു കളറിനെ അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ലപോലെ തിക്കായിട്ട് തന്നെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ദേ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്യണം, എങ്കിലാണ് ശരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഷൈനി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടേബിളിലൊക്കെ വെച്ചിട്ട് ഫ്ലവർ വൈസ് അതുപോലെ ടിഷ്യൂ ബോക്സ് അല്ലെങ്കിൽ ഫോണൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി ടേബിളിൽ വെക്കാം, ബുക്സ് അറേഞ്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷോ പീസസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കുട്ടി കുട്ടി ഷോ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് അറേഞ്ച് ചെയ്ത് വെച്ചത് ടേബിളിലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പം എനിക്കിത് ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കും കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഒരുപാട് ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്രാഫ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.